ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസം അവസാനിച്ച് ഏപ്രിൽ മാസത്തിലെ പുതിയ സിനിമകളുടെ റിലീസിംഗ് ഇന്ന് ഏപ്രിൽ 2-ന് ആരംഭിക്കുകയാണ്. മാർച്ച് മാസം തിയേറ്ററിലെത്തിയ മലയാള സിനിമകളുടെ വിജയപരാജയം അടങ്ങിയ മറ്റൊരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. ഇന്ന് ഏപ്രിൽ 2-ന് തിയേറ്ററിലെത്തിയ പ്രധാനപ്പെട്ട മലയാള സിനിമയാണ് വാഴ 2. പ്രമുഖ സംവിധായകനായ വിപിൻദാസ് തിരക്കഥെഴുതിയ ഈ സിനിമ സവിൻ എസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒട്ടനവധി പുതുമുഖ നിരയുമായി 2024 ആഗസ്റ്റ് 15-ന് തിയേറ്ററിലെത്തി വിജയം വരിച്ച വാഴയുടെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയിൽ ഹാഷിർ, അല്ലമീൻ, അൽഫോൺസ് പുത്രൻ, വിജയ് ബാബു, നിഹാൽ നിസാം, സുധീഷ്, അഭിത് മോഹൻ രാജേശ്വരി, ദേവരാജ് ടിആർ എന്നിങ്ങനെ പുതുമുഖ പഴയ മുഖങ്ങളായി ഒട്ടനവധി താരങ്ങൾ അണിനിരന്നിട്ടുണ്ട്. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് PB അനീഷ്, വിപിൻദാസ്, ഹാരിസ് ദേശം, സാഹു ഗരപതി, കനിഷ്ക ഗോപി ഷെട്ടി, ആദർശ് നാരായൺ എന്നിങ്ങനെ 6 പേർ ചേർന്നാണ്. അഖിൽ ലൈലാസുരൻ ഛായാഗ്രഹണവും എഡിറ്റിംഗ് കണ്ണൻ മോഹനുമാണ്. അങ്കിത് മേനോനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗമായ വാഴ 4 കോടിയിൽ പൂർത്തിയായി 40 കോടി കളക്ട് ചെയ്ത സിനിമയാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റും 5 കോടിക്ക് താഴെ എന്നാണ് പറയപ്പെടുന്നത്. 2 മണിക്കൂർ 43 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ കേരളത്തിൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് 12:50 പൂർത്തിയാവുകയാണ് ഉണ്ടായത്. ഇന്ന് ഈ സിനിമയ്ക്ക് 290ഓളം തിയേറ്ററുകളാണ് കേരളത്തിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത്. മണിക്കൂറിൽ 4000, 5000 ടിക്കറ്റുകൾ വരെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം കേരളത്തിൽ 1,88,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 13 ലക്ഷം, തമിഴ്നാട്ടിൽ 3,50,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 1,50,000, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 2 ലക്ഷം എന്നിങ്ങനെ 2,08,00,000 ഇന്ത്യൻ കളക്ഷനായി മാത്രം നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് $60,000, അതായത് 56,85,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ ദിവസത്തെ പ്രീസെയിലായി 2,65,00,000 രൂപയാണ് വാഴ 2 നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ബോക്സ് ഓഫീസിൽ മികച്ച തുടക്കമാണ് പ്രീസെയിലിലൂടെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി വാഴ 2-ന്റെ ആദ്യ ഷോയ്ക്ക് ശേഷം പുറത്തു വരുന്ന അഭിപ്രായഗതികളിലേക്ക് വന്നാൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അടിപൊളി സിനിമ എന്ന് തന്നെയാണ് അടിവരയിട്ട് പറയാനാകുന്നത്. മികച്ച മേക്കിംഗ്, ശക്തമായ തിരക്കഥ, മനം നിറഞ്ഞ പശ്ചാത്തല സംഗീതം, വികാരനിർഭരമായ ക്ലൈമാക്സ് എന്നിങ്ങനെ സിനിമ ആദ്യം മുതൽ അവസാനം വരെയും മികച്ചു നിൽക്കുകയാണ്. അഭിനയ മികവിൽ ഓരോ താരങ്ങളും അവരുടേതായ നിലവാരം പുലർത്തി. ആദ്യ ഭാഗത്തേക്കാൾ രണ്ടാം ഭാഗത്തിന് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെയാണ് ആദ്യ പ്രദർശനത്തിന് ശേഷം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നാളെ ഏപ്രിൽ 3 വെള്ളിയാഴ്ച മലയാളത്തിൽ നിന്ന് ഒരു സിനിമയും തെലുങ്ക്, തമിഴിൽ നിന്നും വിവിധ സിനിമകളും തിയേറ്ററിലെത്തുന്നുണ്ട്. സമുദ്രക്കനി, ഗൗതം വാസുദേവ മേനോൻ എന്നിവർ അഭിനയിച്ച സർമണി സെൽവൻ എന്ന തമിഴ് സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. റാം ചക്കരി സംവിധാനം ചെയ്ത ഈ സിനിമ നേരത്തെ പല പ്രാവശ്യം റിലീസിംഗ് തീരുമാനിക്കുകയും പിന്നീട് മാറ്റിവെക്കുകയും ചെയ്ത സിനിമ കൂടിയാണ്. RS ദുരൈ സെന്തിൽകുമാർ സംവിധാനം ചെയ്യുന്ന ലീഡർ എന്ന തമിഴ് സിനിമ നാളെ ഏപ്രിൽ 3-ന് കേരളം ഉൾപ്പെടെ തിയേറ്ററിലെത്തുന്നുണ്ട്. ചിത്രത്തിൽ ലെജൻഡ് ശരവണൻ, ശ്യാം, പായൽ രജപത്, സന്തോഷ് പ്രതാപ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. മലയാളി താരം ലാലും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. 2019 തിയേറ്ററിലെത്തി വിജയം വരിച്ച തമിഴ് സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് കാളിദാസ്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ കാളിദാസ് 2 നാളെ ഏപ്രിൽ 3 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. ശ്രീ സെന്തിൽ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഭരത്, ഭവാനിശ്രീ, അജയ് കാർത്തി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഛായാഗ്രഹണം സുരേഷ് ബാലയും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സാം CS-ഉമാണ്. നാളെ ഏപ്രിൽ 3-ന് റിലീസിംഗ് തീരുമാനിച്ചിരിക്കുന്ന തമിഴ് സിനിമയാണ് നീലീറ. സോമധീരൻ സംവിധാനം ചെയ്യുന്ന ഒരു വാർ, ഡ്രാമ, ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ നവീൻ ചന്ദ്ര, രൂപ കൊടുവയർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. തെലുങ്കിൽ നിന്നും പ്രധാനമായും നാളെ തിയേറ്ററിലെത്തുന്ന സിനിമയാണ് രക്കാസ. സംഗീത് ശോഭൻ, നയൻ സരിക എന്നിവരാണ് പ്രധാന താരങ്ങൾ. മാനസ ശർമ്മ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് കേരളം ഉൾപ്പെടെ വളരെ മികച്ച ബുക്കിംഗാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ് കങ്കാര സംവിധാനം ചെയ്ത ബൈക്കർ എന്ന തെലുങ്ക് സിനിമയും നാളെ കേരളം ഉൾപ്പെടെ തിയേറ്ററിലെത്തുന്നുണ്ട്. ഷെർവാനന്ദ്, മാളവിക നായർ, ഡോക്ടർ രാജശേഖർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. UV ക്രിയേഷൻസിന്റെ ബാനറിൽ വിക്രം റെഡ്ഡിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. നാളെ ഏപ്രിൽ 3-ന് തിയേറ്ററിലെത്തുന്ന പ്രധാനപ്പെട്ട മലയാള സിനിമയാണ് പകിടകളി. സമ്പൂർണ്ണമായും ഐഫോണിൽ ചിത്രീകരിച്ച സിനിമ എന്ന് അവകാശപ്പെടുന്ന ഈ സിനിമയുടെ സംവിധായകൻ നിഷാദ് ഹസനാണ്. ദേവസൂര്യ, ടിറ്റോ വിൽസൺ, രഞ്ജിത മുകുന്ദൻ, അന്ന മറിയ, അമൽ സുരേഷ്, പ്രിൻസ് ജോൺ, ത്രിയംബിക രണദിവെ, ലിൻഡോ ജോണി എന്നിങ്ങനെയാണ് താരങ്ങൾ. അപ്പോൾ വാഴ 2 ഉൾപ്പെടെ വിവിധ സിനിമകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.